എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി പോലീസ് കസ്റ്റഡി. നടിമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് ഈ സന്തോഷ് വർക്കി ഇത്തരത്തിലൊരു പരാമർശം, മോശപ്പെട്ട പരാമർശം, അത് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു പരാമർശം കൂടിയാണ്. അപ്പോൾ അത് നടി അൻസിബ നൽകിയിട്ടുള്ള പരാതിയിലാണ്. ഈ ഒരു പരാമർശത്തിന് ശേഷം അമ്മയുടെ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അൻസിബയുടെ നേതൃത്വത്തിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോർത്ത് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ജാമ്യം ലഭിക്കാൻ നേരത്തെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയ വകുപ്പുകൾ തന്നെയാണ് ഈ ഒരു കേസിലും സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. BNS പ്രകാരമുള്ള 75(1)(4) അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരും. BNS വന്നതിന് ശേഷം അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പോലും അത്തരത്തിൽ ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്നുള്ളതാണ് പുതിയ BNS പ്രകാരം. ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ അതിലെ 75(1)(4), 75(3), 79 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തത്. ഇതിന് പുറമെ ഇൻഫർമേഷൻ IT ആക്ടിലെ വകുപ്പും ഒപ്പം തന്നെ കേരള പോലീസ് ആക്ടിലെ 120 എന്ന് പറയുന്ന വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു ഇപ്പത്? Come on, baby. Come to me.